ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇന്ന് ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച നോമിനേഷൻ എപ്പിസോഡാണ്. ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞു ഗൈസ്. അടിപൊളി നോമിനേഷൻ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലുണ്ടല്ലോ ഇത്തവണ വന്നിരിക്കുന്ന കോണ്ടസ്റ്റൻസ് ഒന്നും തന്നെ ഒരു ബോധവും വെളിവില്ലാത്ത ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നത്തെ നോമിനേഷൻ കണ്ടതോടെ എനിക്കത് മനസ്സിലായി. ഇന്നത്തെ നോമിനേഷൻ അല്ല, എല്ലാ നോമിനേഷനിലും ആ ഒരു ബോധമില്ലായ്മ അവർ കാണിക്കാറുണ്ട്. പക്ഷേ അനീഷിൻ്റെ നോമിനേഷൻ എപ്പോഴും കറക്റ്റാണ് കേട്ടോ. അനീഷ് അടിപൊളിയാണ്. ഒരു കോമണറായിട്ട് കയറിയിട്ട് ഒരു ഗെയിം പ്ലാനും അതൊന്നും അറിയാതെ കയറിയിട്ട് അടിപൊളിയായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി സത്യം പറഞ്ഞാൽ അനീഷ് മാത്രമാണ് കേട്ടോ. ഇന്നത്തെ നോമിനേഷനിൽ അനീഷിൻ്റെ എക്സ്പ്ലനേഷൻ പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അനീഷ് അവിടെ പറഞ്ഞത്. അനീഷിൻ്റെ നോമിനേഷൻ ലിസ്റ്റിൽ വന്ന ഒരാളാണ് നമ്മുടെ രേണുസുതി, 2 നൂറ. രേണുസുതി ബിഗ് ബോസിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഞാനാണെങ്കിലും അതേപോലെ പ്രേക്ഷകരാണെങ്കിലും രേണുവിനെ വെറുത്തിരുന്ന പ്രേക്ഷകർ വരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതേപോലെ ഇത്രയും തൻ്റെ ഒരു സ്ത്രീ അവിടെയും വരെ എത്തിയില്ലോ, പുറത്തുള്ള ആ ഒരു ചീറ്റപ്പുലി രേണു തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും, ഈ പറഞ്ഞ എനിക്കും. എൻ്റെ പൊന്നോ, രേണുസുതി ഇത്രക്കും മോശം ഒരു കോണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളത് ഇത്രയും എപ്പിസോഡ് കണ്ടതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. സോ അനീഷിൻ്റെ ഈ ഒരു നോമിനേഷനിൽ അനീഷ് ശരിക്കും വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത് രേണുസുതിനെ കുറിച്ച് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. സോ പ്രേക്ഷകരുടെ വിധി എന്താണ്, പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് രേണുസുതിനെ നോമിനേഷനിലേക്ക് ഇടണേന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് അനീഷിൻ്റെ നോമിനേഷൻ കേട്ടോ. എന്തൊരു അക്ഷരസ്ഫുടതയാണെന്ന് അറിയാം മനുഷ്യന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കൊരു അറിവുള്ളതോ അല്ലെങ്കിൽ ഇത്രയും കറക്റ്റായിട്ട് വിശദീകരണം കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അനീഷിൻ്റെയും അതേപോലെ തന്നെ ഒനിൽ സാബുവിൻ്റെയും ഈ ഒരു നോമിനേഷൻ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഒനീലിൻ്റെ നോമിനേഷനിൽ വന്ന ഒരാളായിരുന്നു നമ്മുടെ റെന ഫാത്തിമ. റെനയെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണ് കേട്ടോ ഒനീൽ പറഞ്ഞത്. അടിപൊളിയായിട്ട് സംസാരിച്ചു. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അന്നത്തെ ആ ഒരു ഡിബേറ്റിലൊക്കെ സംസാരിച്ചത്. പക്ഷെ അതങ്ങനെയല്ല. ശരിക്കും റെസ്പെക്റ്റ് എന്നുള്ള കാര്യം നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒന്നാണ്, അല്ലാതെ പിടിച്ചു മേടിക്കേണ്ട ഒരു ഒന്നല്ല ഈ റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും റെന ഫാത്തിമ ഒരുപാട് പുരോഗമിക്കാനുണ്ട് കേട്ടോ. പുള്ളിക്കാരിയുടെ ക്യാരക്ടറൈസേഷനിലാണെങ്കിലും അതേപോലെ തന്നെ സംസാരത്തിലൊക്കെ ആണെങ്കിലും എന്താ പറയുക, ഒരു ശുഷ്കാന്തി ഇല്ലാത്തൊരു കുട്ടിയാണ്. ആ ഒരു ടീനേജ് പ്രായത്തിൽ കിടന്നുള്ള കുറേ വെകുളിത്തരങ്ങളാണ് രേന ഫാത്തിമ സത്യം പറഞ്ഞാൽ കാണിക്കുന്നത്. പല മത്സരാർത്ഥികൾ നോമിനേറ്റഡ് ആയെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷിൻ്റെയും മുനീൽ സാബുവിൻ്റെയും നോമിനേഷൻസ് ആണോ പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. പല എപ്പിസോഡുകളിലും നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈവിൽ നടക്കാറുണ്ട് കേട്ടോ. രേണയുടെയൊക്കെ അന്യായ വെറുപ്പിക്കൽ നമ്മൾ കാണുന്നതാണ് ലൈവിൽ. എന്താണെങ്കിലും ഇനി പ്രേക്ഷകർ വിധിക്കട്ടെ. രേന ഫാത്തിമയും അതേപോലെ നമ്മുടെ ഈ രേണുസുതി 4 മണിക്കൂറും വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കടന്ന് ഷോ കാണിക്കുന്ന രേണുസുതി അവിടെ നിൽക്കണോ വേണ്ടേന്നുള്ളത് ഇന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അനീഷ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇതെല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ നൂറയുണ്ട്, ആദിലയുണ്ട്, ആര്യനുണ്ട് ഡയറക്റ്റ് നോമിനേഷനിലൂടെ, പിന്നെ അഭിലാഷ് ഉണ്ട്, പിന്നെ ഒനിൽ സാബു ഉണ്ട്, രേണുസുതി ഉണ്ട്, പിന്നെ ഡോക്ടർ ബിന്നിയുണ്ട്.